السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم ارض عن كتب المكتوم والبرزخ المختوم وختم المحمدي المعلوم سيدنا ومولانا أبي العباس أحمد بن محمد التجاني رضي الله عنه وعن سائر مشايخنا. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركات أقدامهم يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനരായ സാദാത്യങ്ങളെ, മഹാനായ സയ്യിദുന വ മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകളിലായി മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനും അറിയാനും കേൾക്കാനും ഓർമ്മിക്കാനും ചിന്തിക്കാനും അതിലൂടെ തങ്ങളോട് നല്ലൊരു സ്നേഹം സമ്പാദിക്കാനും ജീവിതത്തിലുടനീളം തങ്ങളിലായി ലയിക്കാനും ഉതകുന്ന രീതിയിലുള്ള ഈ സംഗമമാക്കി അള്ളാഹു ഇതിനെ കബൂലാക്കട്ടെ. നമ്മേവരെയും ഇനിയുള്ള അനന്തമായ കാലങ്ങളോളം, അറ്റമില്ലാത്ത ഒരു കാലത്തോളം ശൈഖുന തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ മുരീദീങ്ങളായി അള്ളാഹു നമ്മെ നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരെ, ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി നൽകപ്പെട്ട വിഷയം സ്വലാത്തുൽ ഫാത്തിഹി സാരവും മഹത്വവും എന്നുള്ളതാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉക്സിറു സ്വലാത്ത് അലൈക, നബിയെ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് ഞാൻ. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എത്രയാണ് നബിയെ ഞാൻ എൻ്റെ സ്വലാത്തിനെ ക്രമീകരിക്കേണ്ടത്, എത്ര സ്വലാത്താണ് അങ്ങയുടെ മേൽ ഞാൻ ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷിഅല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെല്ലാം. അപ്പൊ ചോദിച്ചു നബിയെ, അർറുബഉ, എൻ്റെ ദുആകളുടെ 1/4 അങ്ങയുടെ മേൽ സ്വലാത്താക്കി ഞാൻ മാറ്റട്ടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോളൂ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നിങ്ങൾ അധികരിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. ഉടനെ ആ സഹാബി വീണ്ടും ചോദിച്ചു, നബി, എങ്കിൽ റുബൈനേക്കാൾ കുറച്ച് കൂട്ടി അന്നിസ്ഫ യാ റസൂലല്ലാഹ്, പകുതിയും സ്വലാത്താക്കി മാറ്റട്ടെ? അപ്പോഴും പറഞ്ഞു, മാഷിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, അധികരിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. പിന്നെ സഹാബി ആഗ്രഹം കൊണ്ട് ചോദിച്ചു, നബി, എങ്കിൽ അസ്സുലുസൈനി, എൻ്റെ ദുആകളുടെ 2/3 അങ്ങേക്ക് വേണ്ടിയുള്ള ദുആ, അങ്ങേക്ക് വേണ്ടിയുള്ള സ്വലാത്താക്കി ഞാൻ മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അതേ മറുപടി പറഞ്ഞു, മാഷിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, അധികരിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. അവസാനമായി സ്വലാത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അജ്അലു ലക മിൻ സ്വലാത്തി കുല്ലഹാ, എൻ്റെ എല്ലാ ദുആകളും അങ്ങേക്ക് വേണ്ടിയുള്ളതാക്കുന്നു, അങ്ങേക്ക് വേണ്ടിയുള്ള സ്വലാത്താക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇദൻ, എങ്കിൽ തുക്ഫ ഹമ്മുക, നിങ്ങളുടെ എല്ലാ ഹമ്മിനും അത് മതിയാകും. വയുഗ്ഫറു ദംബുക, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ ഹമ്മുകൾക്ക് മതിയാകും എന്ന് പറയുന്നത്, ഹമ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ തുടങ്ങിയ മനുഷ്യന്റെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഹമ്മുകൾ. പക്ഷെ നമ്മൾ അതിലൊതുക്കാതെ ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കുറയാന്നുള്ളത് ഒരു ഹമ്മാണ്. ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഹമ്മാണ്.
ചെയ്യുന്ന ഇബാദത്തിൽ ഇഖ്ലാസ് ലഭിക്കുന്നില്ല എന്നുള്ള ഹമ്മാണ്. ഈമാനികമായി ഉണ്ടാകുന്ന ഓരോ കുറച്ചലുകളും എല്ലാം ഒരു മനുഷ്യന്റെ ഹമ്മാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തുക്ഫ ഹമ്മുക, നിങ്ങളുടെ എല്ലാ ഹമ്മിനും അത് മതിയാകും, വയുഗ്ഫർ ദംബുക, എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാൻ അത് മതിയാകുന്നു. നമ്മുടെ ഹമ്മുകൾ എല്ലാവരും പലതരത്തിലുള്ള ഹമ്മുകൾ പ്രയാസങ്ങളായിട്ടാണ് നടക്കുന്നത്. ദുനിയവിയായിട്ടുണ്ടാകും, ഉഖ്റവിയായിട്ടുണ്ടാകും. അതേപോലെ ഒരുപാട് കാലങ്ങളായി ചെയ്തു കൂട്ടിയ ഭാരങ്ങൾ ഏറിയിട്ട് ഈ പാപങ്ങൾ പൊറുക്കുക, ഹമ്മുകൾ തീരെ, ഇതല്ലാതെ വേറെന്ത് വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്? അള്ളാഹുവിലേക്ക് അടുക്കുന്നതെല്ലാം ഹമ്മിനെ മാറ്റിക്കളയുന്ന സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൽ നിന്ന് അകറ്റുന്ന ഓരോ കാര്യവും നമുക്ക് ഹമ്മ് നൽകുന്നതാണെങ്കിൽ നമ്മുടെ എല്ലാ വിജയത്തിനും മതിയാകുന്ന ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. മഹാനായ സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതകാലത്ത് ആത്മീയമായ ഉന്നതി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തവരാണ്. അതേപോലെ ഒരുപാട് മഹത്തുക്കളെ സമീപിച്ചു, പലരിൽ നിന്നും ഒരുപാട് ദിക്റുകൾ ഔറാദുകൾ സ്വീകരിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും തങ്ങൾ ഉദ്ദേശിച്ച ആത്മീയമായ ഒരു ലക്ഷ്യം കൈവരിക്കാതെ വന്നപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിലേക്ക് തങ്ങൾ തിരിഞ്ഞുകൊണ്ടല്ല. അതിനും ഏത് സ്വലാത്ത് ചെല്ലാന്നല്ല, പക്ഷെ അതിൽ ഏറ്റവും മഹത്വമുള്ളതും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്നുള്ള നിലക്ക് സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ ഫാത്തിഹ തിരഞ്ഞെടുത്തു. അങ്ങനെ ആ സ്വലാത്തുമായി അള്ളാഹുവിലേക്ക് ലയിച്ച് ജീവിക്കുന്നതിനിടയിൽ അതിനേക്കാൾ മഹത്വമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ച് കേട്ടു. ദലാലുൽ ഖൈറാത്ത് എന്നുള്ള ദിക്ർ പൂർണ്ണമായി 70,000 വട്ടം ചൊല്ലിയാൽ ലഭിക്കുന്ന ഒരു സ്വലാത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു കൂടുതൽ മഹത്വം ലഭിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്ന ആഗ്രഹത്തോടെ ആ സ്വലാത്തിലേക്ക് തിരിഞ്ഞു. അതിനിടയിൽ അധികം വൈകിയില്ല, ഉടനെ തന്നെ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എത്തി, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് തന്നെ തിരിയണം. പിന്നെ തങ്ങളെല്ലാം മാറ്റിവെച്ചു. അതോടെ സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം എത്രമാത്രം ഉണ്ടെന്നാണ്. കാരണം എന്താ, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമേറിയ അതിവിശാലമായ ദിക്റാണ്. അത് 70,000 വട്ടം ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഒറ്റ സ്വലാത്ത് കൊണ്ട് കിട്ടുമെങ്കിൽ അതുപോലും ഉപേക്ഷിച്ചുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് നീങ്ങാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമെങ്കിൽ അതിൽ നിന്ന് സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം വേണ്ട പോലെ മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം ആര് വന്നാലും, ഒരു തിജാനിയായ മുരീദ് വന്ന് സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് നിർബന്ധമായ ഔറാദുകൾക്ക് പുറമെ എന്തെങ്കിലും ദിക്റുകൾ എക്സ്ട്രാ തരണം എന്ന് അപേക്ഷിച്ചു കൊണ്ടുവന്നാൽ അവരോടെല്ലാം തങ്ങൾ പറയുന്ന വാക്കാണ്, അക്സർ മിനസ് സ്വലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സ്വലാത്തിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ. നിങ്ങൾ വേറെ ദിക്റുകളല്ല, തിജാനിയായ നിർബന്ധമായ ഔറാദുകൾക്ക് പുറമെ ദിക്റുകളുമായി ചോദിച്ചു വന്നവരോടെല്ലാം തങ്ങളുടെ മറുപടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് അധികരിപ്പിച്ചോളൂ. ഫഇന്ന ഫീഹാ ഖൈറുദ് ദുനിയ വൽ ആഖിറ. കാരണം ദുനിയവിയായും ഉഖ്റവിയുമായുള്ള എല്ലാ ഖൈറുകളും അടങ്ങിയിരിക്കുന്നത് അതിലാണ്. അതുകൊണ്ട് സദാത്യങ്ങളെ, നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. തിജാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളീഫകളിൽ നിർബന്ധമായി ചൊല്ലേണ്ടതാണ് സ്വലാത്തുൽ ഫാത്തിഹ. വെറുതുകളിൽ നിർബന്ധമല്ലെങ്കിലും നിർബന്ധത്തോട് അടുക്കുന്ന രീതിയിൽ ഗൗരവത്തോടെ നാം കൊണ്ടു നടക്കേണ്ട ഒന്നുമാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇതിന് പുറമെ ഈ മഹത്തായ ഒരു രീതി നമ്മൾ പറഞ്ഞല്ലോ, യാഖൂത്തത്തുൽ ഫരീദ, അത്രയും അപൂർവമായ ഒരു മാണിക്യം. ഈ മഹത്വമുള്ള ഒന്നിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എത്രമാത്രം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, സ്വകാര്യ ഇടപാടുകളിലൊക്കെ, സ്വകാര്യ സമയങ്ങളിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അതിൻ്റെ മഹത്വം അറിഞ്ഞു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും ഉയരാനും ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ അടക്കമുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. കാരണം അത്രയും വലിയൊരു നിധിയാണ് നമ്മുടെ മുന്നിലുള്ളത്.
അതുകൊണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദി ഹാരിസ് അബ്ദുൽ മജീദ് ഹാഷിം ഉസ്താദൊക്കെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. ഇന്നലെ സമയം കുറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. പിന്നെ അതിൻ്റെ സാരാണ് പ്രധാനമായിട്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പ്രതിഫലം ലഭിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഖിലാഫില്ല. ആര് ഓതിയാലും പ്രതിഫലം ലഭിക്കും അർത്ഥം അറിഞ്ഞില്ലെങ്കിലും. പക്ഷെ ദിക്റിന്റെ വിഷയത്തിൽ ഖിലാഫുണ്ട്. ആ ഖിലാഫിന്റെ കൂട്ടത്തിൽ പ്രബലമായ അഭിപ്രായം, ദിക്റുകൾ ഏതാണെങ്കിലും അർത്ഥം അറിയില്ലെങ്കിലും അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചൊല്ലുന്ന മൗലിദുകള്, സ്വലാത്തുകള്, ദിക്റുകൾ, അതൊക്കെ അതിൽ പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി ഒരാൾക്ക് അറിയുന്നില്ല എങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്, മൗലിദാണ് എന്നുള്ള ആദരവോടെ ഒരു മുഅ്മിൻ ചെല്ലുകയാണെങ്കിൽ അവൻ അതിന് പ്രതിഫലം ലഭിക്കും എന്ന് കരുതി അർത്ഥം അറിയണ്ട എന്നല്ല. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് നബിയെ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? അത് ഒരിക്കലും തുല്യമല്ല എന്നുള്ള ആ ശക്തിയെ അറിയിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ഒരിക്കലും അറിയുന്നവരും അറിയാത്തവരും എന്താകൂല, തുല്യമാകൂല. അറിവുള്ളവരുടെ അവസ്ഥ ഒന്ന് വേറെയാണ്, അറിവില്ലാത്തവരുടെ അവസ്ഥയും മറ്റൊന്നാണ്. നമുക്കറിയാം, ബദരീങ്ങൾ നമ്മൾ ഇസ്തിഗാസ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. ഒരാൾ ബദരീങ്ങൾ ഒരുപാട് പേര് പറയുന്നു, ബദരീങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ല. എന്നാൽ ആരാണ് അസ്ഹാബുൽ ബദറി എന്നും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച സ്നേഹവും കൂറും ത്യാഗവും സഹനവും എത്രമാത്രം ഉണ്ട് എന്നും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവും മാനവും ബഹുമതിയും എല്ലാം നല്ല പോലെ ബോധമുള്ള ഒരാൾ ദുആന്റെ ഇടയിൽ ബി അഹ്ലിൽ ബദ്രി യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ഖൈറുകൾ ചൊരിയാനും ആ ദുആ അങ്ങനെ സ്വീകരിക്കപ്പെടാനും അത് കാരണമായേക്കാം. പക്ഷെ ബദരീങ്ങളൊന്നും അറിയില്ല, അവർ തവസ്സുൽ ചെയ്യുന്ന ബദരീങ്ങളെ മഹത്വം പോലും ഖൽബിലില്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് പറയുന്നെങ്കിൽ ബദരീങ്ങൾ അറിഞ്ഞു പറയുന്നതും അറിയാതെ പറയുന്നതും ഒരുപോലെയല്ല എന്നതുപോലെയാണ് ഓരോ ദിക്റിന്റെ അർത്ഥങ്ങൾ അറിയുന്നതും അറിയാത്തതും. പ്രധാനമായിട്ട് സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅലീം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. തഅലീം ചെയ്യുമ്പോൾ പ്രധാനമായി അതിൻ്റെ ഓരോ വാക്കുകളും അത് ഉൾപ്പെടുന്ന ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്വലാത്തിനെ സമീപിക്കുന്നത് എങ്കിൽ നമ്മുടെ ഇഖ്ലാസ് വർദ്ധിക്കാൻ, സ്വലാത്തിനോടുള്ള ഗൗരവം വർദ്ധിക്കാൻ, നബിതങ്ങളോടുള്ള അദബും ബഹുമാനവും കൂടാൻ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വീകാര്യത വർദ്ധിക്കാൻ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നൂറാനിയത്തുകളൊക്കെ വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് ഖൽബ് കൊണ്ട് അർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് പറയാന്നുള്ളത്. നമ്മളൊക്കെ കേട്ട ഒരു ദുആ ആയിരിക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും അതിനെ പ്രഭാതത്തിൽ ചൊല്ലിയാൽ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ആ ആള് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. പക്ഷെ അവിടെ പറഞ്ഞു മൂഖിനം ബിഹ, അതിലുള്ള വിഷയങ്ങളെ പൂർണ്ണമായി ഖൽബ് കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ അയാൾ ദഖലൽ ജന്ന, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അയാൾ മരിക്കുകയും ചെയ്തു എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. വൈകുന്നേരം ഒരാൾ ചൊല്ലി അവിടെയും മൂഖിനം ബിഹ, അതിലുള്ള മാനകളെ നല്ല പോലെ ഉറപ്പിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ചൊല്ലിയാൽ അദ്ദേഹവും സ്വർഗത്തിലാണ്. അവിടെ ഒരു യഖീൻ വേണമെങ്കിൽ ഈ പറയുന്നത് എന്താ നമ്മൾ അറിയണ്ടേ? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് റബ്ബ്, ഞങ്ങളെ സൃഷ്ടിച്ച നീയാണ് എന്ന് പറയുന്ന ആ ദിക്റിൽ ഓരോ കാര്യങ്ങളിലും ഒരാൾ യഖീൻ വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം തിരിച്ചറിയണം. ആ നിലയിൽ സ്വലാത്തുൽ ഫാത്തിഹുമായി നിരന്തരം പലതവണ ബന്ധപ്പെടുന്നവരാണ് എന്നുള്ള നിലയിൽ നമ്മളൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ അറിയേണ്ടവരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ് ഇവിടെ ഒരുപാട് വട്ടം നടന്നതാണ്. നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ആ വിഷയം പഠിച്ചതാണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നാലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും പറയുന്നവന് ഒരു തഹക്കീക്കിന് വേണ്ടിയും കൂടി ആ വിഷയം പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആദ്യത്തെ വാക്ക് അല്ലാഹുമ്മ എന്നുള്ള ഒരു തേട്ടാണ്. അള്ളാഹുവിനെ വിളിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു
പറയാണ് അള്ളാഹുമ്മ എന്നുള്ളത് അറബികൾ അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും ദുആകളിലും അവർ ആദ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അള്ളാഹു എന്നുള്ള ഇസ്മിനെ യാ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ അർത്ഥം വെക്കുന്ന ഒരു പദമാണ് അള്ളാഹുമ്മ. ആ യാനെ കളഞ്ഞു അവസാനം ശ്രദ്ധയുള്ള മീമ് കൊടുത്തു. അങ്ങനെയാണ് അള്ളാഹു എന്ന കലിമത്ത് അള്ളാഹുമ്മ എന്നായി മാറിയത്. അറിയാലോ. പക്ഷെ അതിൽ സയ്യിദ് ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് പക്ഷെ ആ ഒരു വാക്കിലുള്ളത് അതിൻ്റെ ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ താഴ്മയോടെയും വിനയത്തോടെയും അള്ളാഹുവിനെ വിളിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവേ, നിന്റെ മഹത്തായ ഇസ്മുൽ ആലമിൻ്റെ ഉടമസ്ഥനായ അധിപനായ റബ്ബേ, നിന്റെ ഇസ്മുൽ ആലം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അജ്ജിൽ ഇജാബത്തി, എൻ്റെ ഇജാബത്ത് ഒന്ന് വേഗത്തിലാക്കണേ. അല്ലെങ്കിൽ അജ്ജിൽ ഇഗാസത്തി, എനിക്ക് നിന്നിൽ നിന്ന് കിട്ടാൻ പോകുന്ന സഹായം ഒന്ന് വേഗത്തിലാക്കണേ എന്ന് പെട്ടെന്ന് ഉത്തരം ലഭിക്കണേ എന്ന് തേടിക്കൊണ്ടുള്ള ഒരു വിളിയാണ് അല്ലാഹുമ്മ. അപ്പൊ അല്ലാഹുമ്മ എന്ന് വെച്ചാൽ അള്ളാഹുവേ, മഹത്തായ നാമത്തിൻ്റെ അധിപനായ റബ്ബേ, നിന്റെ ഇസ്മുൽ ആലം മുൻനിർത്തിക്കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നിന്റെ ഇജാബത്ത് പെട്ടെന്ന് എനിക്ക് നീ നൽകണേ, നിന്റെ സഹായം പെട്ടെന്ന് നൽകണേ എന്ന ആശയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിളിയാണ് അല്ലാഹുമ്മ എന്നുള്ളത്. മാത്രമല്ല മഹാനായ അഹ്മദ് സുക്കൈറി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗവാസികളുടെ ദുആ എന്നുള്ളത് അവർ എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അള്ളാഹു അവർക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. എന്നിട്ട് പറയുന്നു, അവരുടെ ദുആ തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ. സ്വർഗവാസികളുടെ ദുആ തന്നെ അല്ലാഹുമ്മ ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ നിലയിലെല്ലാം അവരോട് യോജിക്കുന്നത് ഇതും അതേപോലെ നമ്മുടെ ഇജാബത്തൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാൻ കാരണമാകുന്ന ഒരു പദമാണ് അല്ലാഹുമ്മ എന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ചെല്ലുകയാണെങ്കിൽ അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ ആ എല്ലാ ആദരവുകളും റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എല്ലാം നമ്മുടെ ഖൽബിൽ കൊണ്ടുകൊണ്ട് ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണോ പെട്ടെന്ന് ഇജാബത്ത് തരണേ എന്നുള്ള ഒരു ആശയം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടാകണം നമ്മൾ ആ ഒരു ഇസ്മുൽ ആലം വിളിക്കേണ്ടത്. പിന്നെ അടുത്തത് സ്വല്ലി അല സയ്യിദിന മുഹമ്മദ്. സ്വല്ലി എന്നുള്ളത് സ്വലാത്തിനെ അള്ളാഹുവിനോട് തേടുകയാണ്. സ്വലാത്തിനെ അള്ളാഹുവിനോട് തേടുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് സ്വല? നമുക്കറിയാം, ദുആ, കാരുണ്യം, ഗുണം, അനുഗ്രഹം, ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് സ്വലാത്ത് എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നുള്ള നേരെ അർത്ഥം തന്നെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെയും ബഹുമാനത്തോടെയുമുള്ള അനുഗ്രഹം, ഇഷ്ടത്തോടെയും ആദരവോടെയുമുള്ള അനുഗ്രഹം അള്ളാഹു പ്രത്യേകമായ ഒരു അബ്ദിന് ചെയ്യുന്നതാണ് സ്വലാത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട്, അള്ളാഹു അവൻ്റെ മലക്കുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിലാണ് മുഅ്മിനീങ്ങളെ നിങ്ങളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യണം, ചൊല്ലണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം, അവിടുത്തെ അളമത്തും അവിടുത്തെ ബഹുമതിയൊക്കെ നോക്കിയാൽ വളരെ നിസാരരായ മറ്റ് പടപ്പുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എന്ത് ഗുണം ചെയ്യാനാണ്? അതുകൊണ്ട് നമ്മൾ ആ അള്ളാഹു ഏൽപ്പിച്ച മഹത്തായ ദൗത്യം തള്ളിക്കളയാതെ നമ്മുടെ നിസാരത നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, പടച്ചോനെ, ആ സ്വലാത്ത് നീ തന്നെ ചെയ്യണേ റബ്ബേ നിന്റെ ഹബീബിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇംതിസാലൻ ലി അംരിക് വതസ്ദീഖൻ ലി നബിയിക സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലിമൻ ലിഖദ്രിഹിൽ അദീം. നബി അല്ലാഹുവേ, നിന്റെ കൽപ്പന വഴിപ്പെട്ടുകൊണ്ട്, നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നബി തങ്ങളോടുള്ള ആദരവ് കൊണ്ട്, അവിടുത്തെ അളമത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നിന്നെ ഏൽപ്പിക്കുന്ന റബ്ബേ ആ സ്വലാത്ത് നീ ചൊല്ലണേ, നീ ചെയ്യണേ എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്വലാത്ത് എന്നുള്ളത് മാന അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുമ്പോൾ
അതിൻ്റെ മാന മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ആദരവേറിയ അനുഗ്രഹം അതെന്താണ് എന്ന് സൃഷ്ടികളായ മഹാനായ സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് വഹുവ അംറുൻ ഫൗഖ മാ യുദ്റകു വയുഅഖൽ. സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള കാര്യമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ ദാത്തുമായി, അവനെ യോജിച്ച നിലയിൽ അവൻ്റെ ദാത്തുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സിഫത്താണെന്നുള്ളത്. അപ്പൊ ആ ആദരവ്, ആ അനുഗ്രഹം എന്താണ് നമുക്കറിയില്ല. പക്ഷേ മഹത്തായ ഒരു അനുഗ്രഹമാണ് സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനരായ ഒരു അബ്ദിന്, ഏറ്റവും അവൻ ഇഷ്ടപ്പെട്ട മഹബൂബായ ഒരു അബ്ദിന് ആദരവോടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരുപാട് മഹത്വമേറിയ അനുഗ്രഹങ്ങളാണ് എന്ന മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം റബ്ബിനോട് സ്വലാത്തിനെ തേടേണ്ടത്. പിന്നെ സൃഷ്ടികളുടെ സ്വലാത്ത് എന്നുള്ളത് അത് നമ്മുടെ അള്ളാഹുവിനോട് സ്വലാത്തിനെ തേടിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദരവേറിയ അനുഗ്രഹം അള്ളാഹുവെ നീ ചെയ്യണേ എന്നുള്ള ദുആ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലഫ്ളുകളാണ് നമ്മുടെ സ്വലാത്ത്, പദങ്ങളാണ് നമ്മുടെ സ്വലാത്ത് എന്ന് വെച്ചാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, ആ രീതിയിലുള്ള പദങ്ങൾ. ഇതിൽ അള്ളാഹുവിനോടുള്ള തേട്ടമുണ്ട്, സ്വലാത്തിന് വേണ്ടിയുള്ള ഒരു തേട്ടം അതിലുണ്ട്. പക്ഷെ റബ്ബിൻ്റെ സ്വലാത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിലപ്പുറം അള്ളാഹുവിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്യുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളാണ്, ആദരവുകളാണ്. അലാ സയ്യിദിന മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിൻ്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞതാണ്, സയ്യിദ് ചേർക്കുമ്പോഴും സയ്യിദി ചേർക്കാതെ പറയുമ്പോഴുമുള്ള വ്യത്യാസം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ മേൽ നിന്റെ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇപ്പുറം നിന്നുകൊണ്ട് ഒരു അബ്ദ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ് ആരുടെ? പടപ്പുകളുടെ. അപ്പോൾ പടപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോട് ആ സ്വലാത്തിനെ തേടി അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് എന്ന് അറിയിക്കുന്ന ഒരു വാക്കാണ് സയ്യിദിനെ ചേർക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം അഥവാ റസൂലുള്ളാഹിനെ പറഞ്ഞു, നബി തങ്ങളോടുള്ള തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്തിനെ അപേക്ഷിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷങ്ങൾ, അതിൻ്റെ മുന്നിൽ ഒരു കാര്യം മഹാനായ സയ്യിദുന ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പലരും പറയുന്ന, അല്ലെങ്കിൽ ഖുർആനിൽ സ്വലാത്തിനും സലാമിനും ആണല്ലോ കൽപ്പനയുള്ളത്, സ്വലാത്തുൽ ഫാത്തിഹയിൽ സലാമില്ലല്ലോ, സ്വലാത്ത് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. അതിന് സയ്യിദുന ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അതൊക്കെ ഗൈബിയായ ലോകത്തിൽ നിന്ന് അങ്ങനെ അള്ളാഹു ഇറക്കിയ കാര്യമാണ്. അതിനെ തഅബ്ബുദിയായി കണ്ടുകൊണ്ട് അതിൻ്റെ ന്യായങ്ങളോ മറ്റു കാര്യങ്ങളോ പരിശോധിക്കാതെ എങ്ങനെ ലഭിച്ചോ അതേപോലെ നമ്മൾ അനുസരിക്കുക, വഴിപ്പെടുക, അത് ഇബാദത്താക്കി മാറ്റാവുന്നതാണ്. പിന്നെ അവിടെ ഇല്ല എന്ന് സങ്കല്പിക്കേണ്ട. ഗൈബിയായ ലോകത്ത് നിന്ന് എന്ത് വരുന്നുണ്ടോ അതിൻ്റെ എല്ലാം കമാലിയത്ത് സാബിത്താണ്, സ്ഥിരപ്പെട്ടതാണ്. ഒരു അപൂർണതയോ ഒരു പോരായ്മകളോ കുറവുകളോ അതിനുണ്ടാകൂല എന്ന കാര്യം നാം ഉൾക്കൊള്ളണം. ഖുർആന്റെ ഒറ്റ വാക്കിന് തന്നെ നമ്മൾ ഓതുമ്പോൾ കാണുന്ന ഒരു മായന, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അതിൽ നിന്ന് കാണുന്ന മായന ചിലപ്പോൾ രണ്ട് തരത്തിലാകും. ഇത്രയും ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കലാമുകൾ. ഇത് ആ രീതിയിൽ അങ്ങനെ ഇറങ്ങിയ ഒരു സാധനമായതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് മാത്രമല്ല, സയ്യിദുന റളിയല്ലാഹുവിന് പ്രത്യേകമായി പറയുന്നു, ഫലൽതിഫാത ലിമാ യഖൂലുൽ ഫുഖഹാ, ഏതെങ്കിലും വിവരമില്ലാത്ത ബോധമില്ലാത്ത പറയുന്ന ഈ രീതിയിലൊക്കെ ആ ഭാഗത്തേക്കുള്ള ആ ഒരു അനാവശ്യ ചർച്ചക്കോ കാര്യങ്ങളിലൊക്കെ നമ്മൾ തിരിയേണ്ടതില്ല. ഗൈബിയായ ലോകത്തിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ടോ അതിൻ്റെ കമാലിയത്ത് സാബിയത്താണ്, അത് പൂർണ്ണമാണ്, സ്ഥിരപ്പെട്ടതാണെന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമാണ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ. നേരെ അർത്ഥം അടക്കപ്പെട്ടതിനെ തുറന്നു തരുന്നവർ, അടക്കപ്പെട്ടതിനെ തുറന്നു തരുന്നവർ. ഇവിടെ സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇവിടെ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലോകങ്ങളുണ്ട്. പക്ഷെ അത് അടക്കപ്പെടുക എന്നുള്ളത് പടക്കപ്പെട്ടത് അടക്കപ്പെട്ടു എന്നുള്ളതല്ല, ബാത്തിനിയായ ഒരു ഹിജാബ് കൊണ്ട്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ബാത്തിനിയായ ഒരു ഹിജാബ് കൊണ്ട്, അതേപോലെ മഅദൂമാണ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇല്ലായ്മ എന്ന ഒരു കാര്യം കൊണ്ട്
അടക്കപ്പെട്ട ഒരുപാട് പടപ്പുകളുണ്ട്. അതില്ല. ആ രീതിയിൽ അതൊക്കെ മറക്കപ്പെട്ട അടക്കപ്പെട്ടതിൻ്റെ ഹുക്മിലുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദോടെയാണ് അല്ലാഹു തആല മറ്റെല്ലാ പടപ്പുകളെയും അല്ലാഹു തആല പടച്ചത്. അതിനെല്ലാം സബബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ രീതിയിൽ അടക്കപ്പെട്ടതിനെല്ലാം തുറന്നു തന്നവരാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റൊരു വ്യാഖ്യാനം കൂടി, അള്ളാഹുവിൻ്റെ ഇലാഹിയായ എല്ലാ റഹ്മത്തുകളും സൃഷ്ടികൾക്ക് മുമ്പ് അടക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബബമായിട്ടാണ് അള്ളാഹു എല്ലാ സൃഷ്ടികളിലേക്കും അതൊക്കെ തുറന്നു കൊടുത്തത്. അതേപോലെ മറ്റൊരു കാര്യം കൂടി, മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ, മനുഷ്യന്മാരുടെ കൽബുകളെല്ലാം ശിർക്കും പല കാര്യങ്ങളെ കൊണ്ട് ഹിദായത്തിനെ തൊട്ട് അടക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബബായിട്ടാണ് എല്ലാവർക്കും ഹിദായത്തിന്റെ വഴി ലഭിച്ചതും ശിർക്കിന്റെയും കുഫ്രിന്റെയും ഒക്കെ മറകൾ നീങ്ങിക്കൊണ്ട് ഖൽബിൽ അള്ളാഹുവിൻ്റെ ദീനും ഈമാനും ഇഖ്ലാസും പ്രവേശിച്ചു. ഈ രീതിയിലെല്ലാം അടക്കപ്പെട്ടതിനെ തുറന്നു തരുന്നവർ. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. പിന്നെ അതിൻ്റെ നേരെ വാക്കർത്ഥം തന്നെ നമുക്ക് നോക്കിയാൽ ഫതഹ എന്ന് പറഞ്ഞാൽ തുറക്കാം, അല്ലെങ്കിൽ വിജയം നൽകാം. നമ്മളൊക്കെ പ്രത്യേകിച്ച് തരീഖത്തിന്റെ അഹിലുകാരിൽ ആത്മീയമായ ഒരു ഉന്നതി, അള്ളാഹുവിലേക്കുള്ള അടുപ്പം, അതിൽ പ്രധാനമായി ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് മഫ്തൂഹ അലൈഹി ആകുക എന്നുള്ളത്. ഫതഹിന്റെ മഫ്ഊലാണ് മഫ്തൂഹ എന്നുള്ളത്. മഫ്തൂഹ അലൈഹി ആകുക എന്നുള്ള ഒരവസ്ഥ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഇടയിൽ ഒരാൾ മഫ്തൂഹ അലൈഹി ആ പദവിയിൽ എത്തുന്നതെങ്കിലും ആത്മീയമായ എല്ലാ അവസ്ഥയിലേക്ക്, ഉന്നതിയിലേക്ക് എത്തിച്ച് ഖൽബിന്റെ എല്ലാ മറകളും മനുഷ്യന്റെ സാധാരണ പ്രകൃതിയിൽ നിന്നെല്ലാം ആ മനുഷ്യനെ സ്ഫുടം ചെയ്തെടുത്ത്, ആത്മാവിനെ സ്ഫുടം ചെയ്ത് സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നേരിട്ട് മശൈഖ്മാരാണെങ്കിൽ അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും എല്ലാ ഖൈറിന്റെ വാദാനങ്ങളും തുറന്നു തരുന്നവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം എല്ലാ ഖൈറുകൾ. മാത്രമല്ല, അടക്കപ്പെട്ടത് ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന ഇല്ലായ്മ അഥവാ പടക്കപ്പെടാത്ത സൃഷ്ടികളെ പടച്ചുകൊണ്ട് തുറന്നു എന്നാണെങ്കിൽ അവിടെ ആദ്യത്തെ പടപ്പ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഹുവൽ അവ്വൽ, നബി തങ്ങളാണ് അവ്വലായ പടപ്പ് എന്നുകൂടി അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖയിൽ അറിയിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. പിന്നെ അടുത്ത വിശേഷണം വൽ ഖാതിമി ലിമാ സബഖ, മുൻകടന്നതിനെ അവസാനിപ്പിച്ചവർ ഖത്മ് ചെയ്യുന്നവർ. എന്താണ് മുൻകടന്നത്? അതിനെല്ലാം അവസാനിപ്പിച്ചു, ഖത്മ് ചെയ്തു. അതിൻ്റെ മാന സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻകടന്ന് എന്നുള്ളത് നുബുവത്തും റിസാലത്താണ്. അല്ലാഹു തആല മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് ഇറക്കി, അവർ മക്കളായി തലമുറകൾ, ഒരുപാട് സമൂഹങ്ങൾ ദുനിയാവിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോരോ ആൾക്കാർ അല്ലാഹു തആല നബിമാരായി തിരഞ്ഞെടുത്തു, മുർസലീങ്ങളായി ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലാണ് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. ഓരോ കുടുംബവും ആഗ്രഹിച്ചതാണ് നമ്മുടെ കുടുംബത്തിലും ഒരു പ്രവാചകൻ വന്നേക്കുമോ എന്നുള്ളത് ആഗ്രഹത്തോടെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരലോടുകൂടി നുബുവത്ത് എന്നുള്ള ബാബ് അടച്ചു കഴിഞ്ഞു. റിസാലത്ത് എന്നുള്ള ബാബെല്ലാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്മ് ചെയ്തു, അവസാനിപ്പിച്ചു. ഇനി ഒരു നുബുവത്തുമില്ല, ഇനി ഒരു റിസാലത്തുമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൂർണ്ണമായ ഒരു കാര്യമാണ്. അതേപോലെ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ് അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ. അള്ളാഹു തആല അർവാഹിൻ്റെ ലോകത്ത് പലതുകളും പടച്ചു. അതിന് ഈ ഷഹാദത്തിൻ്റെ ലോകത്തേക്ക് അള്ളാഹു തആല എല്ലാത്തിനെയും ഒന്നിച്ചല്ല അയച്ചത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി പല പടപ്പുകൾ ഇങ്ങനെ പടച്ചു അവസാനത്തെ പടപ്പായ മനുഷ്യനെയും അള്ളാഹു ഇങ്ങനെ അയച്ചതിൽ ഓരോ പ്രവാചകന്മാർ പ്രത്യേകമായ വിശേഷണങ്ങളോടെ സുന്ദരമായ സ്വഭാവത്തോടെയൊക്കെ വന്നെങ്കിലും അതിൽ നിന്നെല്ലാം ഇനിയും ഇതിനേക്കാൾ പൂർണ്ണരായ ആൾക്കാരെ, ഇതിനേക്കാൾ കമാലിയത്തെത്തിയ പ്രവാചകരെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു കാലം മുന്നോട്ട് വന്നിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിസാലത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ വമുബശ്ശിറൻ ബിറസൂലിൻ മിൻ ബഅദി ഇസ്മുഹു, ആയത്തെന്താ? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു.
മിൻ ബഅദി ഇസ്മി മുഹമ്മദ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈസാ നബിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാലം കൊതിച്ചു പൂർണ്ണരായ ഇതിനേക്കാൾ മഹത്വമുള്ള ഒരുപാട് ആൾക്കാർ, മഹത്തുക്കൾ. പക്ഷെ എല്ലാ കമാലിയത്തും എല്ലാ ബഹുമതികളും എല്ലാ അത്ഭുതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗമനം ചെയ്യലോടുകൂടി ആ ബാബും അടച്ചു. ഇനി ഇത്രയും കമാലിയത്തുള്ള, ഇത്രയും മഹത്വമുള്ള, ഇത്രയും അത്ഭുതകരമായ, ഇത്രയും ബഹുമതിയുള്ള ഒരു പടപ്പ് എനിവിടെ വരാനില്ല. ആ രീതിയിൽ ആ കമാലിയത്തിന്റെ അവസാനത്തെ പടപ്പും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ അവ്വലാണ്, അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് എന്നതിൽ നബി തങ്ങൾ ആഖിറുമാണ് എന്ന ഒരു വിശേഷണം കൂടി അവിടെ അറിയിക്കുന്നുണ്ട്. നാസിറുൽ ഹഖ് ബിൽ ഹഖ്, ഹക്കിനെ സഹായിക്കുന്നവർ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട്. സാധാരണ ധർമ്മം, സത്യം, ന്യായം എന്നൊക്കെ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹക്ക് എന്നുള്ളത്. പക്ഷെ അതേപോലെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരും കൂടിയാണ് ഹക്ക് എന്നുള്ളത്. അപ്പൊ നാസിറുൽ ഹഖ്, ഹക്കിനെ സഹായിക്കുന്നവർ ബിൽ ഹഖ്, ഹക്കിനെ കൊണ്ട്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ രണ്ട് കലിമത്തിലുള്ള ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹു അല്ലാഹു തആല, അല്ലാഹു തആലയാണ്. നാസിറുൽ ഹഖ് ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ നാസിറില്ലാഹി ബില്ലാഹി, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സഹായിക്കുന്നവർ. അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനില്ല. വഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ദീനു നസീഹ എന്ന് പറഞ്ഞപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുക്കലല്ല. നബി തങ്ങൾ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്, നന്മ ആഗ്രഹിക്കാം. ഉടനെ സഹാബാക്കൾ ചോദിച്ചു, ലിമൻ നബി, ആർക്ക്, ആരോടാണ് നമ്മൾ, ആർക്ക് വേണ്ടിയാണ് നന്മ ആഗ്രഹിക്കേണ്ടത്? ആദ്യമായി റസൂൽ പറഞ്ഞത് ലില്ലാഹി, അള്ളാഹുവിന് നന്മ ആഗ്രഹിക്കണം. അവിടെ ഇതേ സംശയം വരാലോ, അള്ളാഹുവിന് വേണ്ടി എന്ത് നന്മകൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? പക്ഷെ അതിൻ്റെ മഹത്വങ്ങൾ വിശദീകരിച്ചു. അള്ളാഹുവിന് നന്മ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടികൾക്കിടയിലുള്ള നന്മ ആഗ്രഹിക്കും പോലെയല്ല. അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, ബഹുമാനിക്കുക, അനുസരിക്കുക, സ്നേഹിക്കുക. അള്ളാഹുവിന് ഇതൊക്കെയാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത്. അതേപോലെ ഇവിടെയുള്ള അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അതൊക്കെ അള്ളാഹു ഈ പടപ്പുകളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നേരിട്ടല്ല. ആ ദൗത്യം ഏറ്റെടുത്തത്, അള്ളാഹുവിൻ്റെ തീരുമാനം ഇവിടെ നടപ്പിലാക്കിയത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ നാസിറുൽ ഹഖാണ്. ആ സഹായങ്ങളോ ബിൽ ഹഖി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടുവേണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ ഹക്ക് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹക്കായ ദീനാണ്. പിന്നെ ബിൽ ഹക്ക്, രണ്ടാമത്തെ ഹക്ക്, ഹക്ക് കൊണ്ട് എന്നുള്ളത് അത് ധർമ്മം, സത്യത്തിന്റെ മാർഗത്തിൽ. അള്ളാഹുവിൻ്റെ ദീനിനെ ബാത്തിൽ കൊണ്ടല്ല, ആ ഹക്കിന്റെ വഴിയിൽ തന്നെ സഹായിക്കുന്നവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശേഷണവും മഹാനായ അഹ്മദ് സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അവസാനമായി വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, അള്ളാഹുവെ നിന്റെ നേരായ മാർഗത്തിലേക്ക് സന്മാർഗം ചേർക്കുന്നവർ, മാർഗം നടത്തുന്നവർ, വഴി നടത്തുന്നവർ. അത് ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, അള്ളാഹുവിൻ്റെ നേരായ മാർഗം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന മൊത്തം കാര്യങ്ങൾ. അതിൻ്റെ എല്ലാം ഉറവിടം നബി തങ്ങളാണെങ്കിൽ യഥാർത്ഥ സിറാത്തിക്കൽ മുസ്തഖീം അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാത്രമല്ല വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം എന്നതിന് ഒരുപാട് മാനകളും വിശദീകരണം ഉള്ളതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിച്ചതും വഴി നടത്തിയതും. ആ നിലയിൽ ഈ ഉമ്മത്തിന് മാർഗദർശനം നൽകുന്നവരും നൽകിയവരും മുത്ത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയതാണ് വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൽ മുസ്തഖീം, തീർച്ചയായും നബിയെ തങ്ങളാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്നത്. മാത്രമല്ല മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്നൊരു ചോദ്യം അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, വിഷയം പറയുന്നുണ്ട്. അലമുൽ അർവാഹിൽ വെച്ച് എല്ലാ ജനങ്ങളെയും അള്ളാഹു വിളിച്ചു വരുത്തി ഒരു ദുർറത്തിന്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആദം നബിന്റെ മുതുകൊന്ന് തടകാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം തടവിയപ്പോൾ ഖിയാമത്ത് നാൾ വരെ
ആദം നബിന്റെ മുതുകിലായി ഭൂമിയിലേക്ക് ഇറങ്ങി ജനിക്കേണ്ട സകല മനുഷ്യകുലങ്ങളും വളരെ ഒരു ദുർറത്തിന്റെ അണുവിന്റെ കോലത്തിൽ പുറത്തേക്ക് വന്നു. അവരെ അള്ളാഹു വിളിച്ചു വരുത്തി, ഒരുപാട് ഇടപാടുകൾ നടത്തി, ഒരുപാട് സാക്ഷ്യം വഹിച്ചുകൊണ്ട്. അതാണ് നമ്മളൊക്കെ അള്ളാഹുവിനോടൊരു അഹ്ദുണ്ട്. ഖബറിൽ കടന്ന മനുഷ്യനോട് പോലും ഉദ്കുരിൽ അഹ്ദല്ലദീ കുൻത അലൈഹി, അള്ളാഹുമായിട്ടുള്ള ആ കരാർ നീ ഓർമ്മിക്കണം എന്ന് പറയാറുണ്ട്. തൽക്കീൻ ചെല്ലുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആളോട് പറയുമല്ലോ, യാ അബ്ദല്ലാഹി ഇബ്നു അമത്തില്ല, ദുനിയാവിൽ നീ ഒരു കരാറിലുണ്ടായത്, ആ കരാർ ഇപ്പോഴും നീ എന്താക്കണം, ഓർക്കണം. എന്താണ് ആ കരാറ്? അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കരാർ അവിടെ വെച്ച് നമ്മൾ ചെയ്ത കരാറാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യൻ ദുനിയാവിൽ വന്ന് പ്രത്യേകമായി ഇസ്ലാം ഷഹാദ് ചൊല്ലിക്കൊണ്ട് മുസ്ലിമാകേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, പിന്നെ പല ഘട്ടത്തിൽ നമ്മൾ പുതുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഷഹാദത്തിന്റെ ഘട്ടത്തിൽ മഹാനവറുകൾ പറയുന്നു, ജനങ്ങളെല്ലാം വിസമ്മതിച്ചവരുകൾ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി ഇല്ലാതെന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് വന്നു, ജനങ്ങൾ ഉപദേശിച്ചു, ക്ഷണിച്ചു. അപ്പോഴാണ് എല്ലാ ജനങ്ങളും അവിടുന്ന് പറഞ്ഞത്, ഖാലു ബല, അതേ റബ്ബേ, നീ ഞങ്ങളുടെ റബ്ബാണ്. അതൊരു മഹാൻ അതിനൊരു ബൈത്താക്കി പറയുന്നുണ്ട്, ലൗലാക മഹ്തദത്തിൽ അർവാഹു യൗമ അലസ്തു ഹീന ഖാതബഹൽ മൗലാ ലിഖൗലി ബല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ അന്ന് റബ്ബിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ബല എന്നുള്ള മറുപടി ഒരു പടപ്പും പറയുമായിരുന്നില്ല. അവിടെയും അഭിയുമ്മത്തിന് മാത്രമല്ല, അവൻ ലോകത്തുള്ള പടപ്പുകളെ മൊത്തം ഹിദായത്തിലേക്ക് ക്ഷണിച്ചവരാണ്, സന്മാർഗം നടത്തിയവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നു, ഖശിയഹൻ നൂർ മിൻക ഫസ്തബാനൽ ഹുദാ ഫലം തുജിബ് മിനഅം വലം തുഅബ്ബിർ ബിലാൽ. നബി തങ്ങളെ നൂറ് അവരിലൊക്കെ വ്യാപിച്ചപ്പോൾ നബി തങ്ങൾ അവരെ ക്ഷണിച്ചു, തങ്ങൾ അവരെ ഉപദേശിച്ചു. തങ്ങളുടെ നൂറാനിയത്ത് അവിടെ നമ്മൾ ഉൾപ്പെടുന്ന സകല മനുഷ്യ പടപ്പുകളിലേക്കും ആ നൂറാനിയത്ത് വ്യാപിച്ചപ്പോഴാണ് ജനങ്ങൾക്കൊക്കെ ആ ഒരു ബല എന്ന് പറയാൻ, അംഗീകരിക്കാനുള്ള ഒരു ബോധം ലഭിച്ചത്. ഈ രീതിയിലെല്ലാം ഉമ്മത്തിനും കഴിഞ്ഞു പോയ ഉമ്മത്തിനെല്ലാം ഹാദിയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിൻ്റെ ഖദറാണ് വഅല ആലിഹി, നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും എന്നൊരു സ്വലാത്തിന്റെ ഖദറാണ് പറയുന്നത്. ഹഖ ഖദ്രിഹി, നബി എത്രയാണ് സ്വലാത്ത്? ഹഖ ഖദ്രിഹി, ആ നബി തങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ച്. ആ സ്ഥാനം അള്ളാഹു അവന്റെ പടപ്പിൽ ഒരാളെ ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഖദർ ഒരു മനുഷ്യനും അളക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമിൻ. അമ്പിയാക്കളൊക്കെ മഹത്വം നമുക്കറിയാം, എല്ലാവരും ഒരുപാട് ഉയർന്ന മഹത്വക്കളാണെന്ന് അറിയാം. പക്ഷേ നബി തങ്ങൾ അവരൊക്കെ മേലെയാണ്. എന്നിട്ട് പറയുന്നു മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു, വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, അവരൊന്നും ഇൽമിന്റെ വിഷയത്തിലോ കറമിന്റെ വിഷയത്തിലോ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അപ്പൊ അത്രയും ഉന്നതമായ സ്ഥാനമാണ് നബി തങ്ങളുടെ സ്ഥാനം. ആ സ്ഥാനത്തിനനുസരിച്ച്, അത് എത്രയാണോ റബ്ബേ നിന്റെ അടുക്കൽ, അതിനനുസരിച്ചുള്ള സ്വലാത്ത് വമിഖ്ദാരിഹിൽ അദീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഒരുക്കി വെച്ച വിഭവങ്ങൾ എന്തൊക്കെയാണോ, എത്രയാണോ, അതിൻ്റെ എല്ലാം ഖദർ അനുസരിച്ചുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ചൊരിയണേ റബ്ബേ എന്നതാണ് സ്വലാത്തിന്റെ ചെറിയ രീതിയിലുള്ള സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു സാരം എന്നുള്ളത്. അതുകൊണ്ട് സദാത്യങ്ങളെ നമ്മളൊക്കെ അതിൻ്റെ മാത്രമല്ല, സ്വലാത്തിന്റെ പ്രധാനപ്പെട്ട രീതി തന്നെ നബി തങ്ങളോടുള്ള താലീമ, ബഹുമാന. ചില ആൾക്കാരൊക്കെ കാണാം, ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടക്കണം, സ്വലാത്ത് ചൊല്ലിയാൽ കാര്യം നേടും. സ്വലാത്തിനോട് അതപോക്കാരും ഇങ്ങനെ പല കോലത്തിലും പല അവസ്ഥയിലും ചൊല്ലിത്തീർക്കും. ലക്ഷ്യം സ്വലാത്ത് ചൊല്ലി കാര്യം നേടാന്ന് മാത്രം. പക്ഷെ ഒരിക്കലും അതല്ല. അഹ്മദ് തങ്ങളൊക്കെ ഇസാലയിൽ പറഞ്ഞത്, സ്വലാത്തിന് പോലും വിർദിന്റെ രീതിയിൽ ശാരീരികമായ ശുദ്ധി, വസ്ത്രത്തിലും സ്ഥലത്തൊക്കെ ശുദ്ധി വരുത്തി അതബോടെ തങ്ങളെ മുന്നിൽ ഇരിക്കുന്നത് പോലെ തങ്ങളെ മനസ്സിൽ കൊണ്ടിരുന്നു കൊണ്ട് വേണം സ്വലാത്ത് ചെല്ലാന്ന്. അപ്പൊ സ്വലാത്തിന്റെ പ്രധാനപ്പെട്ട രീതി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താളീമാണ്, ബഹുമാനാണ്, ആദരിക്കലാണ്. അതിൽ നമ്മൾ അശക്തരായതുകൊണ്ട് അള്ളാഹുവേ, ആ എല്ലാ ആദരവുകളും അനുഗ്രഹങ്ങളും നീ തന്നെ നിന്റെ നബിന്റെ മേൽ ചൊരിയണേ എന്ന ദുആണ് സ്വലാത്തുകൾ. അതുകൊണ്ട് നിങ്ങളെ സദാത്യങ്ങളെ
ആ ഒരു രീതിയിൽ ആ ഒരു ബഹുമതി ഉൾക്കൊണ്ടുകൊണ്ട്. കാരണം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ടവർ സംസാരിച്ചു, ജഫർ ഉസ്താദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ളത്തിൽ കാണാനുള്ള ഒരു അടയാളം തങ്ങളോടുള്ള ചിന്ത കൽബിൽ വർദ്ധിക്കുക എന്നുള്ളതാണ്. സ്വലാത്ത് ചെല്ലേണ്ട രീതിയിൽ ചെല്ലുന്നവർ തങ്ങളോടുള്ള ചിന്തകൾ ഒരു സമയത്തും ചിന്ത മാത്രമല്ല തങ്ങളോടുള്ള ബഹുമാനം പോലും അവരുടെ കൽബിൽ നിന്ന് വിട്ടുപോകൽ. അല്ലാഹു തആല ആ രീതിയിൽ സ്വലാത്തിനെ സമീപിക്കാനും ബഹുമാനപ്പെട്ട സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു തന്ന എല്ലാ മഹത്വങ്ങളൊക്കെ നേടാനും ആത്മീയമായ നല്ലൊരു നദിയിലെത്തി സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തണിയാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.